അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ സ്വാലിഹീങ്ങളാവണമെന്നാണ് ഓരോ വാപ്പയും ഉമ്മയും മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടി വയറ്റിലുണ്ട് എന്നറിഞ്ഞാൽ തന്നെ, ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് പല ടെൻഷനുകളാണ്. ആ ടെൻഷനുകളിൽ ഇന്നത്തെ കാലത്ത് ഒരു ടെൻഷൻ എന്ന് തന്നെ പറയാം, ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ ജനിച്ച് ഭൂമിയിലേക്ക് വന്നാൽ ഏത് പേരിടും. അതായത് ഭാര്യ ഗർഭിണിയാകുമ്പോൾ തന്നെ അവർ യൂട്യൂബും അതുപോലെ ഉസ്താദുമാരായ ഉസ്താദുമാരോടും അന്വേഷിക്കലാണ്, ഉസ്താദെ ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും പേര് സെലക്ട് ചെയ്ത് തരണം. കാരണം അവർക്ക് വെറൈറ്റി പേരുകൾ, ഇന്നത്തെ ആളുകൾക്ക് വെറൈറ്റി പേര്, ആർക്കുമില്ലാത്ത പേര്, കേൾക്കുമ്പോൾ കിടിലം കൊള്ളുന്ന പേര്, ഒരു കിടുക്കാച്ചി പേര് എന്നൊക്കെ പല ആളുകളും പറഞ്ഞു വരാറുണ്ട്. ഉസ്താദെ ഒരു കിടുക്കാച്ചി പേര് വേണം കുട്ടികൾക്ക്. കേൾക്കുമ്പോൾ ആ സ്കൂളിൽ, അവനൊരു സ്കൂളിൽ ചേർത്താൽ ആ സ്കൂളിൽ അവനിക്ക് മാത്രം ആ പേര്, അങ്ങനത്തെ ഒരു പേര് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. അത് ഉസ്താദുമാരും തോറ്റുപോകും. ഞങ്ങൾ എവിടെ നിന്ന് ആ പേരുണ്ടാക്കാനാണ്? നമുക്ക് അറിയാവുന്ന പേരുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറ്റൂല ഇത് പറ്റൂല, എന്നിട്ടോ ഒന്നോ രണ്ടോ അക്ഷരങ്ങളൊക്കെ അറബി അക്ഷരങ്ങൾക്ക് ചേർത്തിട്ട് കൊണ്ടുവരും. ഉസ്താദിൻ്റെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമ്മളതിൻ്റെ കൃത്യമായ അർത്ഥം പറഞ്ഞു കൊടുത്താലും ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന് അറിയില്ല, ഇതങ്ങോട്ട് ഇട്ടേക്കാം, എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് പല മോശപ്പെട്ട അർത്ഥമുള്ള പേരുകളും ഇടുന്ന പല രക്ഷിതാക്കളുമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു കുട്ടിയെ പലപ്പോഴും ആ കുട്ടിയുടെ നല്ല പേര് നന്മയിലേക്കും, ഒരു കുട്ടി ചീത്ത പേരുള്ളവനാണെങ്കിൽ അത് തിന്മയിലേക്കും കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല പേര് നമ്മൾ സെലക്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, പേര് ഇടുമ്പോൾ ആ കുട്ടി ജനിച്ച ആ ദിവസം തന്നെ പേരിടൽ പ്രത്യേകം സുന്നത്താണ്. ഒരു കുട്ടി ജനിച്ച ദിവസം തന്നെ ആ കുട്ടിക്ക് പേരിടൽ പ്രത്യേകം സുന്നത്താണ്. അല്ലെങ്കിൽ പിന്നെ 7ാമത്തെ ദിവസമാണ് സുന്നത്തായിട്ടുള്ളത്. സുന്നത്തായ കാര്യം പറയുകയാണ്. ഒരു കുട്ടി ജനിച്ച് 7ാമത്തെ ദിവസം 3 കാര്യം ചെയ്യൽ സുന്നത്താണ്. ഒരു കുട്ടി ജനിച്ചാൽ 7ാമത്തെ ദിവസം 3 കാര്യം ചെയ്യണം. ഒന്നാമത്തേത്, ആ കുട്ടിക്ക് നല്ല പേരിടണം. രണ്ടാമത്തേത്, ആ കുട്ടിക്ക് വേണ്ടി അക്കീക്ക അറുക്കണം. മൂന്നാമത്തേത്, ആ കുട്ടിയുടെ മുടി കളയണം. ഇവിടെ നമ്മുടെ കാർന്നോന്മാർ ചെയ്യുന്ന വലിയൊരു മാമൂലുണ്ട്. എന്ന് വെച്ചാൽ 7ാമത്തെ ദിവസം കുട്ടി ഹോസ്പിറ്റലിൽ നിന്നുമൊക്കെ വന്നു കഴിയുമ്പോൾ ഒസാൻ എന്ന് പറയും, നമ്മുടെയൊക്കെ നാട്ടിൽ ഒസാൻ എന്നാണ് പറയുക. അതായത് ഈ തല പഠിക്കുന്ന ആള്, ആ മൂപ്പര് വന്നിട്ട് മൂപ്പര് കുട്ടിയുടെ തലയിൽ കത്തി വെക്കും. കത്തി ഇങ്ങനെ വെച്ചിട്ട് ആ കുട്ടിയുടെ നേരെ തന്നെ കുറച്ച് ആളുകൾ പോത്തിനെയോ ആടിനെയോ കിടത്തിയിട്ട് അറുക്കുന്നു. അതായത് കുട്ടിയെ മുടി വടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ പോത്തിനെയും അല്ലെങ്കിൽ ആടിനെയും അറുക്കണം. രണ്ടും ഒന്നിച്ച് നടക്കണം. അങ്ങനെ വാശി പിടിക്കുന്ന ചില കാർന്നോന്മാരുണ്ട്. അതൊക്കെ വെറുതെ പൊട്ടത്തരമാണ്. അങ്ങനെയൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ട കുട്ടിക്ക് പേരിടലാണ്. 7ാമത്തെ ദിവസം സുന്നത്തായ 3 കാര്യം. ഒന്ന് പേരിടലാണ്. രണ്ടാമത്തേത് അറവ് നടക്കണം. അറവ് നടന്നോട്ടെ. അവിടെ കുട്ടിക്ക് വേണ്ടിയുള്ള അക്കീക്ക അറവ് നടന്നോട്ടെ. അന്നത്തെ ദിവസം മറക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു ദിവസം മറത്താലും മതി, കുഴപ്പമില്ല. 7ാമത്തെ ദിവസം തന്നെ മുടി കളയൽ പ്രത്യേകം സുന്നത്താണ്. അന്ന് തന്നെയാണ് പേരിടലും സുന്നത്ത്. അപ്പോൾ പേരിടുന്നത് ഒന്നെങ്കിൽ 1ാമത്തെ ദിവസം, അല്ലെങ്കിൽ 7ാമത്തെ ദിവസം, അല്ലെങ്കിൽ 14, അല്ലെങ്കിൽ 21, അങ്ങനെ ഒറ്റയായ ആ ദിവസങ്ങളിലാണ് പേരിടൽ പ്രത്യേകം സുന്നത്ത്. രണ്ടാമത്തേത്, ചില കുട്ടികളുണ്ട്, അല്ലാഹു തആല അവർക്കൊക്കെ ക്ഷമ പ്രദാനിക്കുമാറാവട്ടെ, ചില മാതാപിതാക്കൾ അവരുടെ കുട്ടി ജനിക്കുമ്പോൾ മരണപ്പെട്ടിട്ട്, വയറ്റിൽ വെച്ച് മരണപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരിക. അല്ലെങ്കിൽ 8ാമത്തെ മാസം മരണപ്പെടുന്ന കുട്ടിയുണ്ട്, 9ാമത്തെ മാസം മരണപ്പെടുന്ന ചെറിയ മക്കളുണ്ട്, അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം മരണപ്പെടുന്ന കുട്ടികളുണ്ട്. അങ്ങനെ മരണപ്പെട്ട കുട്ടിക്കും പേരിടൽ സുന്നത്താണ്. ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് എന്നും പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ എന്നും വിളിക്കൽ, ആ സമയത്ത് വിളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. കാരണം എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരുമ്പോൾ അവൻ്റെ വാപ്പയുടെ പേര് ചേർത്തിട്ടായിരിക്കും അല്ലാഹു അവിടെ വിളിക്കുക. ഉമ്മയുടെ പേര് ചേർത്ത് വിളിക്കുമെന്നും നമുക്ക് ഹദീസിൽ കാണാം.
അപ്പോൾ എന്ത് ചെയ്യണം? ആ കുട്ടി മരിച്ചിട്ടാണ് വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിലും ആ കുട്ടിക്കും പേരിടണം. മൂന്നാമത്തേത്, ഇടുമ്പോൾ നല്ല പേരിടണം. ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ ബി അസ്മാഇക്കും വ അസ്മാഇ ആബാഇക്കും. നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകൾ ചേർത്തിട്ടാണ് നിങ്ങൾ അല്ലാഹു തആല ആഖിറത്തിൽ വിളിക്കുക. ഇന്ന് വെറൈറ്റിയുടെ അങ്ങേ അറ്റത്തെ വെറൈറ്റിയാണ്. വാപ്പയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ഉമ്മയുടെ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം, വല്ലുമ്മയുടെ പേരിൻ്റെ, വല്യാപ്പയുടെ പേരിൻ്റെ, ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ അക്ഷരങ്ങൾ ചേർത്തിട്ട് എന്തോ ഒരു പേക്കൂത്തായ പേരുകൾ പലപ്പോഴും ഇടുന്നുണ്ട്. അതൊന്നും പാടില്ല. ചിലപ്പോൾ അർത്ഥമൊന്നുമില്ലാത്ത പേരുണ്ടാകും, അർത്ഥമൊന്നുമില്ല, അങ്ങനത്തെ പേര്, അതൊന്നും നല്ലതല്ല. അപ്പോൾ ചോദിക്കും, ഉസ്താദെ ഇവിടെ ഇപ്പോൾ നാസർ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ അല്ലെങ്കിൽ മജീദ്, സത്താർ, ഇങ്ങനെയുള്ള ഈ ക്ലീശേ പേര്, പഴയ പേരൊക്കെ അല്ലേ ഉസ്താദേ ഉള്ളൂ, ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇന്നത്തെ മോഡേൺ കുട്ടികളല്ല, അപ്പോൾ ഇച്ചിരി വെറൈറ്റി പേര് വേണ്ടേ? ഏറ്റവും വെറൈറ്റി പേര് എവിടെ ഉണ്ടെന്നറിയോ? ഏറ്റവും വെറൈറ്റി പേര് 313 ബദരീങ്ങളുടെ പേരെടുത്ത് നോക്കിയേ, വെറൈറ്റിയുടെ അങ്ങേ അറ്റത്തെ വെറൈറ്റി ആയിരിക്കും. അതിനകത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നൊക്കെ അല്ലേ റളിയല്ലാഹു അൻഹു, അങ്ങനെയല്ലേ ഉസ്താദെ? അതല്ലാതെ ഒരുപാട് വെറൈറ്റി പേരുണ്ട്. നിങ്ങൾ ആ മൗലൂദ് കിതാബ് അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, നെറ്റ് ഉണ്ടല്ലോ, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ബദരീങ്ങൾ 313 ബദരീങ്ങളുടെ പേരെന്ന് മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വിട്ടാൽ, സെർച്ച് ചെയ്താൽ ആ ബദരീങ്ങളുടെ പേര് ഇങ്ങോട്ട് വരും. നല്ല കിടുക്കാച്ചി പേരുകൾ വരും, നല്ല വെറൈറ്റി പേരുകൾ വരും. അത് നമ്മുടെ ആ പേരിൽ ഒരു മുഹമ്മദും ചേർത്ത് അല്ലെങ്കിൽ ഒരു അഹമ്മദ് ചേർത്ത് അങ്ങോട്ട് ഇട്ടാൽ വളരെ ഉഷാറാണ്. അതിടുമ്പോൾ ഒരു മഹാന്റെ പേരിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ പേരൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവേ, അവരെ പോലെ എൻ്റെ കുട്ടിയാവണമെന്ന നല്ല നിയ്യത്തിലിട്ടാൽ ഇൻഷാ അല്ലാഹ് അവരെ പോലെ നല്ല സ്വാലിഹായി നമ്മുടെ മക്കൾ മാറുമെന്നാണ്. അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺകുട്ടികളാണെങ്കിൽ മഹദിമാരായ ഒരുപാട് പേരുടെ പേരുകളുണ്ട്. ആ പേര് നമുക്കിടാം. ചില ആളുകൾ പേരിടും ഒരർത്ഥവുമില്ലാത്ത പേര്, അതിടാൻ പാടില്ല. അല്ലെങ്കിൽ അർത്ഥം മോശമായ പേര്, അതും ഇടാൻ പാടില്ല. ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, ആരാണ് പേരിടേണ്ടത്? ആരാണ് പേരിടേണ്ടത്? ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് പേരിടാൻ ഏറ്റവും അർഹൻ ആ കുട്ടിയുടെ വാപ്പയാണ്. ഇന്ന് വാപ്പാക്ക് സ്ഥാനമൊന്നുമില്ല, വാപ്പ ഒന്നും പറയൂല. ഇന്നിടുന്നത് അമ്മായിമാരാണ് പേരിടുന്നത്, അല്ലെങ്കിൽ പെങ്ങന്മാരാണ് പേരിടുന്നത്, അല്ലെങ്കിൽ പേരിടുന്നത് ഭാര്യയുടെ ആങ്ങളമാരാ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പേരിടാൻ ഏറ്റവും അർഹതയുള്ളത് ആ കുട്ടിയുടെ പിതാവിനാണ്. പിതാവ് നിശ്ചയിക്കുന്ന പേര് അവിടെ സമ്മതിക്കണമെന്നാണ്. അല്ലെങ്കിൽ പിതാവിൻ്റെ സമ്മതത്തോടെ, ഈ കുട്ടിയുടെ പിതാവിൻ്റെ സമ്മതത്തോടെ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പേരൊക്കെ സെലക്ട് ചെയ്യാം. ചില ആളുകളുണ്ട്, ഈ പേര് കുട്ടിക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ വരെ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്, പിണക്കങ്ങൾ വരെ ഉണ്ടായി. ആ കുട്ടിക്ക് എൻ്റെ മോളുടെ കുട്ടിക്ക് ഞങ്ങൾ പറഞ്ഞ പേര് ഇട്ടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ പേരല്ലേ ഇട്ടത് എന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കങ്ങൾ പോലും ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും നമ്മൾ അവസാനത്തെ നല്ല ആദ്യത്തെ ഡിസിഷൻ എടുക്കേണ്ടത് ആ കുട്ടിയുടെ പിതാവാണ്. ഞാനൊരു പേര് പറയും, അതെൻ്റെ മോനിക്ക് മതി എന്നങ്ങോട്ട് തുറന്നു പറയണം. ഇവിടെ അവരുടെ ഒപ്പീനിയനും ഇവരുടെ അഭിപ്രായമൊക്കെ നോക്കി നിന്നാൽ ഒന്നും നടക്കില്ല. ആദ്യം ആ കുട്ടിയുടെ വാപ്പ നല്ല പേര് സെലക്ട് ചെയ്ത് അങ്ങോട്ട് ഇടുക, വാപ്പയുടെ അവകാശമാണ്. പിന്നെയോ അഞ്ചാമത്തേത്, ഒരിക്കലും ചീത്ത പേരുകൾ നമ്മുടെ കുട്ടികൾക്ക് ഇടാൻ പാടില്ല. അർത്ഥം മോശമായ പേരുകൾ കുട്ടിക്കിട്ടാൽ ആ കുട്ടി അങ്ങനെ വഴിപെട്ടു പോവാൻ സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് സാരിക്ക എന്ന് പേരിടും, സാരിക്ക മറിയം, അല്ലെങ്കിൽ സന ഫാത്തിമ. സന എന്നിട്ടാൽ അതിൻ്റെ അർത്ഥം വ്യഭിചാരിണി എന്നാണ്. സാരിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോഷണം നടത്തുന്നവളെന്നാണ്. സാരിക്ക അതിടാൻ പാടില്ല. അതുപോലെ തന്നെ സന അല്ല, സനായാണ്. അവിടെ സീനാണ്. സാ ഇടും ചില ആളുകൾ, ഇസഡ് ഇടും. ഇസഡ് അല്ല, സാനിയ എന്നല്ല കേട്ടോ, സാനിയ എന്നല്ല, ഇസഡ് അല്ല അവിടെ വരേണ്ടത്, എസ് ആണ് വരേണ്ടത്. സാനിയ ഇട്ടാൽ, ഇസഡ് ഇട്ടാൽ, അല്ലെങ്കിൽ അറബിയിൽ സാ ഇട്ടാൽ അവിടെ അർത്ഥം മോശപ്പെട്ട അർത്ഥമാകും. അപ്പോൾ പേരിടുമ്പോൾ അത് അർത്ഥം അറിയാവുന്ന, അറബി അറിയാവുന്ന ആളുകളോട്, ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് കൃത്യമാക്കി നല്ല പേര് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെയോ ആറാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടി ജനിച്ചാൽ, ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി ആദ്യം വിളിക്കേണ്ടത് ഒന്നെങ്കിൽ അബ്ദുള്ള, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന ഈ പേരുകളിൽ ഒന്നായിരിക്കണം ആ കുട്ടി ആദ്യമായിട്ട് വിളിക്കേണ്ടത്.
മുഹമ്മദ് എന്ന പേര് ഒരു കുട്ടിക്ക് ഉണ്ട് എങ്കിൽ ആ കുട്ടിക്ക് ആഖിറത്തിൽ വലിയ സ്ഥാനങ്ങൾ അള്ളാഹു നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പെൺകുട്ടിയാണെങ്കിലോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരുടെ പേരുകളുണ്ടല്ലോ, ആ പേരുകളിൽ ഒന്ന് ആദ്യം തന്നെ വിളിക്കൽ പ്രത്യേകം സുന്നത്താണ്. പ്രത്യേകിച്ച് ഫാത്തിമ എന്ന് വിളിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഏഴാമത്തേത് കറാഹത്തായ ഹറാമായ പേരുകൾ നമ്മൾ ഒഴിവാക്കണേ. ഹർബ് എന്ന പേര്, അല്ലെങ്കിൽ ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പാമ്പെന്നാണ്. കൽബ് എന്ന് പറഞ്ഞാൽ പട്ടി, കൽബാണ്. കൽബ് നമ്മുടെ ഹൃദയം, കൽബ് പട്ടി എന്ന അർത്ഥം. ചില ആളുകൾ വെറൈറ്റി ആയിട്ട് ഖുർആൻ എന്ന് പേരിടും. മകൻ്റെ പേരെന്താ? ഖുർആൻ. അതൊന്നും പാടില്ല. മകൻ്റെ പേരെന്താ? പടച്ചോനോ അങ്ങനെ പേരിടുന്ന ആളുകളുണ്ടോ? അല്ലെങ്കിൽ നബി എന്ന് പേരിടുന്ന ആളുകൾ, അങ്ങനെയൊന്നും പാടില്ല. മലയാളത്തിലും അർത്ഥം മോശമായ പേര് പാടില്ല. മാലിക്കുൽ മുലൂക്ക് എന്ന് ചില ആളുകൾ പേരിടും. മാലിക്കുൽ മുലൂക്ക്, അത് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ രാജാതിരാജൻ, അങ്ങനെയൊക്കെ അതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നും പേരിടാൻ പാടില്ല. ഹറാമായ കറാഹത്തായ പേരുകൾ ഒഴിവാക്കണം. അപ്പോൾ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴിവിട്ടു പോവാൻ ഈ പേരുകൾ തന്നെ മതിയാകും. അള്ളാഹു കാക്കുമാറാവട്ടെ. നല്ല പേരുകൾ സെലക്ട് ചെയ്യുക. നല്ല പേര് വേണോ, നേരെ പോയിക്കോ. ബദരീങ്ങളുടെ പേര് നോക്കിയോ, നല്ല ഉഷാറ് പേരുണ്ടാകും. ആരുടെ പേരിട്ടാലും അള്ളാഹുവേ ഇത് എൻ്റെ മകൻ ആ മഹാനെ പോലെ ഉന്നതനാവണം, ഈമാനുള്ളവരാവണമെന്ന നല്ല നിയ്യത്തിൽ ഇടുക. മഹാന്മാരുടെ പേര്, മഹത്തുക്കളുടെ പേര് കിട്ടാൽ അവരെ പോലെ ആവണമെന്ന നിയ്യത്തുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെല്ലാം സ്വലിഹീങ്ങളും സ്വലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണല്ലോ ഈ പ്രസവാനന്തരം ഒരു കുട്ടിയെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയാൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് പല ആളുകൾക്കും അറിയാം, എന്നാൽ അറിയില്ല. എന്ത് ചെയ്യണം, ബാങ്ക് വിളിക്കണം, ഇക്കാമത്ത് കൊടുക്കണം എന്നൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ വ്യക്തമായ രൂപരേഖ പല ആളുകൾക്കും അറിയില്ല. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ജനിച്ച് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യേണ്ട 11 തരത്തിലുള്ള സുന്നത്തുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വ്യക്തമായി വേഗത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യം തന്നെ ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ആദ്യം പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പിതാവ് എന്ന നിലയിൽ ആ പുരുഷനും അതുപോലെ തന്നെ മറ്റു ബന്ധുമിത്രാദികളും ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. ഇനി പറയുന്ന ഈ 11 കാര്യങ്ങളും ചെയ്യൽ നിർബന്ധമാണ്. ഉസ്താദ്, ഈ 11 കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ ചെയ്യും? ഒരു കുട്ടി ജനിച്ച ഉടനെ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹോസ്പിറ്റലായിരിക്കും, ഹോസ്പിറ്റലിലാണിപ്പോൾ എല്ലാവരും പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രസവമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഈ 11 കാര്യമൊക്കെ എങ്ങനെ ചെയ്യും എന്ന് ബേജാറടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്രേ ഉള്ളോ എന്ന് നമുക്ക് തോന്നും. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ആദ്യമായി അൽഹംദുലില്ലാ എന്ന അള്ളാഹുവിൻ്റെ ഒരു സ്തുതിയുടെ വാക്യം പറയണം. കാരണം വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. അപ്പൊ അവർക്കൊന്നും അല്ലാഹു തആല കൊടുക്കാത്ത ഒരു അനുഗ്രഹം നമുക്ക് നൽകി. അതുകൊണ്ട് എന്ത് പറയണം? അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഒരു കുട്ടി ജനിച്ചു എന്ന വാർത്ത കേട്ടാൽ അത് കേട്ട ആളുകൾ പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. രണ്ടാമതായി ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു സുന്നത്ത്, ആ കുട്ടിയെ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ, ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ് സിസ്റ്റർമാർ എന്ത് ചെയ്യും? അവിടുത്തെ നേഴ്സുമാർ കുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരും. രക്ഷിതാവിൻ്റെ കയ്യിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയുടെ ഒക്കെ കയ്യിൽ ആരാണോ അവിടെ ഉള്ളത് അവരുടെ കയ്യിലേക്ക് തരും. ആ സമയത്ത് അവിടെ ഉള്ളവർ ആരാണോ അവർ, കാരണം കുറച്ച് സമയം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ കുട്ടിയെ തരുള്ളൂ ആ ഒരു സമയത്ത്. കാരണം ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും ആ കുട്ടിയെ ആദ്യം കയ്യിലേക്ക് കിട്ടുമ്പോൾ അവരുടേതായ ചില ആരാധന വചനങ്ങൾ പറയുന്ന പതിവ് എല്ലാ മതത്തിലുമുണ്ട്. അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു അല്പസമയം നമ്മുടെ കയ്യിലേക്ക് കുട്ടിയെ തരും. ആ സമയത്ത് നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കണം.
അപ്പോൾ ഉസ്താദെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങൾ ആരുമില്ലെങ്കിൽ ആരും വേണ്ട, ആണുങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉമ്മമാരെ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ആരാണോ പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ, ഇനി ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും കൊടുക്കാം. വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കണം. അതാരും മറന്നു പോകരുത്. ഇങ്ങനെ ബാങ്കും ഇക്കാമത്തും കൊടുത്താലുള്ള ശ്രേഷ്ഠത എന്താണ്? 4 ഗുണങ്ങൾ മഹാന്മാർ പറഞ്ഞു തരുന്നു. ഒന്നാമത്തേത്, ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ടാകും, അവനിക്ക് ഈമാൻ വർദ്ധിക്കും. അതുപോലെ ഫിക്സ് രോഗം, അതുപോലെ മറവി രോഗത്തെ തൊട്ട് അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകുമെന്നൊക്കെ മഹാന്മാരായ ഉലമാക്കൾ ബാങ്കും ഇക്കാമത്തും ഒരു കുട്ടിയുടെ ചെവികളിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലമായി, കിട്ടുന്ന നേട്ടമായി, മഹത്വമായി പറഞ്ഞു തരുന്നുണ്ട്. ഇനിയോ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, പറ്റുമെങ്കിൽ ആ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ സൂറത്തു ആലി ഇമ്രാനിന്റെ 36ാമത്, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഇത് പഠിച്ചു വെക്കണം. സൂറത്തു ആലി ഇമ്രാനിന്റെ 36ാമത്തെ ഒരു ആയത്തുണ്ട്. ഹന്നാ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ മകളായ മറിയം ബീവി ജനിച്ചപ്പോൾ ആ മറിയം ബീവിയുടെ ചെവിയിൽ, വലത് ചെവിയിൽ പറഞ്ഞ ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തു ആലി ഇമ്രാനിന്റെ 36ാമത്തെ ആയത്ത്, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം എന്ന ആ ഒരു ചെറിയൊരു ആയത്ത്, 36ാമത്തെ ആയത്ത് സൂറത്തു ആലി ഇമ്രാൻ. ഇന്ന് തന്നെ മറിച്ചു നോക്കി അതൊന്ന് മനഃപ്പാഠമാക്കി വെക്കുക. അതെന്താണ്? പിശാചിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ആ ആയത്ത് ആ കുട്ടിയുടെ വലത് ചെവിയിൽ ഓതൽ പ്രത്യേകം സുന്നത്താണ്. നാലാമതായി ആ കുട്ടിയുടെ വലത് ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ്. ആ കുട്ടിക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണ്. ഈമാൻ വർദ്ധിക്കും, നല്ല കുട്ടിയായി മാറും. വലത് ചെവിയിൽ ഇഖ്ലാസ് സൂറത്ത് ഓതണം. അതുപോലെ 5ാമതായി ശ്രദ്ധിക്കേണ്ടത്, വലത് ചെവിയിൽ തന്നെ സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്തുൽ ഖദർ നമ്മൾ പാരായണം ചെയ്താൽ, ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയുടെ വലത് ചെവിയിൽ സൂറത്തുൽ ഖദർ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം, ആ കുട്ടി മദ്യപാനിയാവില്ല, ജീവിതത്തിൽ മദ്യം കുടിക്കില്ല, അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് പോവില്ല, മറ്റ് അശ്ലീല പ്രവർത്തനങ്ങളിലേക്ക് പോവില്ല. ശ്രദ്ധിച്ചു വെക്കണേ, ഇന്നത്തെ കാലം വളരെ മോശമാണ്. അതുകൊണ്ട് ഈ ഒരു സുന്നത്തായ കാര്യം മറന്നു പോവണ്ട. വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സൂറത്തു ആലി ഇമ്രാനിന്റെ 36ാമത്തെ ആയത്തോതണം. അതുപോലെ തന്നെ വലത് ചെവിയിൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അതുപോലെ വലത് ചെവിയിൽ സൂറത്തുൽ ഖദർ ഓതാൻ മറന്നു പോവണ്ട. പിന്നെ 6ാമതായി ചെയ്യേണ്ട ഒരു പരിപാടി പൊക്കിൽ കൊടി മുറിക്കലാണ്. അത് നമ്മൾ ചെയ്യേണ്ട, അതിപ്പോ നഴ്സുമാർ തന്നെയാണ് ചെയ്യാറ്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ വീടുകളിൽ പ്രസവിച്ച് പോയാൽ അല്ലെങ്കിൽ പ്രസവം നടന്നാൽ നമ്മൾ എന്താണ്, അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഇതൊരു ചര്യയായി നമ്മൾ കൊണ്ടു നടക്കുന്നതാണെങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ആ കുട്ടിയുടെ പൊക്കിൾ മുതൽ ഒരു 4 വിരൽ, കുട്ടിയുടെ പൊക്കിൾ മുതൽ 4 വിരൽ കഴിഞ്ഞിട്ടാണ് മുറിക്കേണ്ടത്. 4 വിരലിന്റെ ഇപ്പുറം വെച്ച് മുറിച്ചാൽ കുട്ടിക്ക് വേദന ഉണ്ടാകും. അപ്പൊ കുട്ടിയുടെ വയറിൽ നമ്മൾ കൈവച്ചിട്ട് ഈ 4 വിരൽ കഴിഞ്ഞിട്ടായിരിക്കണം പൊക്കിൾ കൂടി മുറിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏഴാമത്തേത് നല്ല പേര് ആ സമയത്ത് കുട്ടിയെ വിളിക്കണേ. ആൺകുട്ടിയാണെങ്കിൽ മോനെ അബ്ദുല്ലാ, അല്ലെങ്കിൽ മോനെ അബ്ദുറഹ്മാൻ, അല്ലെങ്കിൽ മോനെ മുഹമ്മദ് എന്ന് വിളിക്കൽ സുന്നത്താണ്. പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ എന്ന് വിളിക്കലും ആ സമയത്ത് അങ്ങനെ വിളിക്കൽ സുന്നത്താണ്. നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പുറത്തു വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കാലത്ത് പേര് അവിടെ കൊടുക്കണമെന്ന് പല ഡോക്ടർമാരും അല്ലെങ്കിൽ പല ഹോസ്പിറ്റലും പറയുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ തിരഞ്ഞെടുത്തിടാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കുട്ടിയെ കാണുമ്പോൾ, കുട്ടിയുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ പേര് വിളിക്കണം. ആ പേര് ഇങ്ങനത്തെ പേരാവൽ പ്രത്യേകം സുന്നത്താണ്. 8ാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു സുന്നത്ത് മധുരം തൊട്ടു കൊടുക്കലാണ്. കാരക്കയോ ഈത്തപ്പഴമാണ് ഏറ്റവും ഹൈർ, ഈത്തപ്പഴം. ആ കൂട്ടത്തിൽ നിസ്കാരവും നോമ്പൊക്കെ കൃത്യമായിട്ടുള്ളതാരാണോ, അവിടുത്തെ വാപ്പയാണെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ ഉമ്മയാണെങ്കിൽ ഉമ്മ, ഭാര്യയുടെ ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയാണെങ്കിൽ അവർക്ക് നിസ്കാരമുള്ളവരാരാണോ അവർ കൊടുത്താൽ മതി. നോമ്പുള്ളവർ കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന നല്ല സ്വാലിഹീങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ആ ഈത്തപ്പഴം എടുത്ത് വായിലൊന്ന് ചവച്ചിട്ട് ഒരു നീര് രൂപത്തിലാക്കിയിട്ട് അതിന്റെ വായിലൊന്ന് തൊട്ടുകൊടുക്കുക. അതും പ്രത്യേകം സുന്നത്താണ്. സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്യണം. കാരണം ആ കുട്ടിയുടെ ആദ്യമായി വയറ്റിലേക്ക് പോകുന്ന ആ ഉമിനീര് അതൊരു സ്വാലിഹായ മനുഷ്യന്റേതാണെങ്കിൽ അവന്റെ നല്ല സ്വഭാവങ്ങൾ ആ കുട്ടിക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഒൻപതാമത്തെ സുന്നത്ത് അക്കീക്ക അറുക്കലാണ്. ഇൻഷാ അല്ലാഹ് അക്കീക്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണമായി നമുക്ക് മറ്റൊരു വീഡിയോ പറയാം. ഇതിപ്പോൾ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട ഒമ്പതാമത്തെ സുന്നത്തായ കാര്യം അക്കീക്ക അറുക്കലാണ്. അത് 7ാമത്തെ ദിവസം അറുക്കാം, അല്ലെങ്കിൽ 14ാമത്തെ ദിവസം, അല്ലെങ്കിൽ 21ാമത്തെ ദിവസമൊക്കെ നമുക്ക് അറുക്കാവുന്നതാണ്. അക്കീക്ക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ നല്ല ജീവിതത്തിന് വേണ്ടി, നല്ല സ്വലാഹിയത്തിന് വേണ്ടി ഒരു ആടിനെയോ ഒരു മാടിനെയോ ഒരു ഒട്ടകത്തെയോ അറുത്തു കൊടുക്കലാണ്. പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 1ാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അറുത്തു കൊടുക്കും, 2ാമത്തെ കുട്ടിക്കോ 3ാമത്തെ കുട്ടിക്കൊന്നും ഇങ്ങനെ അറുക്കൂല, അക്കീക്ക അറുക്കൂല. അങ്ങനെയല്ല, ഓരോ കുട്ടി ഉണ്ടാകുമ്പോഴും ഓരോ കുട്ടിക്ക് വേണ്ടിയും അക്കീക്ക അറുക്കൽ പ്രത്യേകം സുന്നത്താണ്. ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, ആടിനെയാണ് നമ്മളിപ്പോൾ അക്കീക്ക അറുക്കുന്നതെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ 2 ആട് ആവൽ നല്ലതാണ്, സുന്നത്താണ്. പെൺകുട്ടിയാണെങ്കിൽ 1 ആട് ആവലും സുന്നത്താണ്. ഇനി മാടാണെങ്കിൽ 1 മാട് മതി. പോത്തു, കാള, എരുമയൊക്കെ ആണെങ്കിൽ 1 എണ്ണം മതിയാകുന്നതാണ്. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം. 10ാമത്തേത് മുടി കളയലാണ്. 7ാമത്തെ ദിവസം മുടി മുഴുവനും മുറിച്ച് കളയലാണ്. ആ വടിച്ച മുടി മുഴുവനും എടുത്ത് ഒന്ന് തൂക്കി നോക്കുക. തൂക്കി നോക്കുമ്പോൾ ചിലപ്പോൾ 1, 2, 3 ഒക്കെ ഗ്രാമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, തൂക്കമുണ്ടാകൂ. ആ ഗ്രാമിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ മറ്റുള്ളവർക്ക് സ്വതക്കാ കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. 11ാമത്തെ സുന്നത്ത്, ഒരാൾക്കൊരു കുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞാൽ നമ്മുടെ അനുജന്, നമ്മുടെ ജ്യേഷ്ഠന്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഒരു കുട്ടി ജനിച്ചു എന്ന് നമ്മളോട് പറയപ്പെട്ടാൽ, നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ദുആ രക്കണം. അല്ലാഹുവേ, ആ കുട്ടിയെ നീ സ്വാലിഹീങ്ങളാക്കണേ, ആ കുട്ടിയെ നീ നല്ല മോനാക്കണേ, നല്ല മോളാക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യലും പ്രത്യേകം സുന്നത്താണ്. തുടങ്ങി 11 സുന്നത്തുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 11 കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടത് കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും. ആ ബാങ്ക് ഇക്കാമത്തൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ബാങ്ക് ഇക്കാമത്തൊക്കെ ചിലപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വരില്ല, അത് ആണുങ്ങളല്ലേ കൊടുക്കേണ്ടി വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ പ്രസവിക്കുന്ന സമയത്ത് ആണുങ്ങൾ അവിടെ ആരില്ലെങ്കിലും ചിലപ്പോൾ നേഴ്സുമാർ കൊണ്ടുവന്ന് ഉമ്മമാരുടെ കയ്യിലേക്കായിരിക്കും തരുക. അപ്പോൾ എൻ്റെ ഉമ്മമാരെ ബാങ്കൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ, ഇക്കാമത്തും പഠിച്ചു വെച്ചോ. അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 11 കാര്യങ്ങളും പ്രത്യേകിച്ച് ബാങ്ക് ഇക്കാമത്തും ആ സൂറത്തുൽ ഖദറും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതി നല്ല പേര് വിളിച്ചൊക്കെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി ചെറുപ്പത്തിലെ വളർത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറും. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നാളെ നമ്മളൊക്കെ മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് ചെല്ലുമ്പോൾ അവിടെയും അല്ലാഹു നമുക്ക് എല്ലാവിധ സമാധാനങ്ങളും ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ദുആ രക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ ഒരുപാട് വട്ടം ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.